മോഹനപിള്ള, ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി കുറഞ്ഞധികം നാളെ 19,000 പേരെ കൊന്നൊടുക്കിയ ഇസ്രായേൽ ഹമാസിന് അല്ലെങ്കിൽ പലസ്തീന് മേൽമുകളിൽ നടക്കുന്ന നിഷ്ഠൂരമായ മനുഷ്യാവകാശങ്ങളൊക്കെ കാറ്റിൽ പറത്തിയ നിരന്തരമായ ലംഘനങ്ങൾ, കുഞ്ഞുങ്ങളുടെ ശവക്കൂനുകൾ, സ്ത്രീകളുടെ ശവക്കൂനുകളൊക്കെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു പരിധിവരെ ഏകപക്ഷീയമാണ്. ഈ പറയുന്ന ഹമാസ് അവിടെ അവർ തിരിച്ചടിക്കുന്നുണ്ട്, IDF സൈനികർക്ക് നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞാലും വലിയ അളവിൽ അത് ഏകപക്ഷീയമാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ച അതല്ല. ഈ പറയുന്ന അയൺ ഡോം, ഈ പറയുന്ന ഡേവിഡ് സ്ലിംഗ്ത്രി, ഈ പറയുന്ന അമേരിക്കയുടെ താഡ് സംവിധാനം, ഇതിനെയൊക്കെ ഒരു പരിധിവരെയെങ്കിലും നിഷ്പ്രഭമായിക്കൊണ്ട് ടെല്ലവീവിൽ, ഈ ഹൈഫയിലൊക്കെ ഇസ്രായേൽ ഇതുവരെ കാണാത്ത രീതിയിൽ ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ അടക്കം പോയി വീഴുന്നുണ്ട്. അവിടെ നാശങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അവിടെ സിവിലിയൻസിന് മരണമുണ്ടാവുന്നുണ്ട്. ഞാൻ പറയുന്ന സാധാരണക്കാർ ഒരു രാജ്യത്തും മരിച്ചുകൂടാ, അത് പലസ്തീനിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും. ശ്രീ മോഹനപിള്ള, പക്ഷെ നൽകുന്ന സന്ദേശം ഇപ്പോൾ ഇസ്രായേലിന് ഇത്തരത്തിൽ തകർന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ട ഒരു ഇസ്രായേൽ അങ്ങനെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടില്ല. ഏതാണ്ട് ഗാസ പോലെ തോന്നിപ്പിക്കുന്ന പല ദൃശ്യങ്ങൾ പുറത്തു വന്നു. ശ്രീ മോഹനപിള്ള, ഇത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പോലെ ആവില്ല ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ. ശ്രീ മോഹനപിള്ള. തീർച്ചയായിട്ടും കാശ്മീർ ലാസ്റ്റ് ഇയർ ഐ തിങ്ക് ഏതാണ്ട് ഇതേ സമയത്ത് ആണെന്ന് തോന്നുന്നു ഒരു ഡിസ്കഷനിൽ ഞാൻ അന്ന് പറഞ്ഞു, അതായത് അറബ് കൺട്രീസ് ഒരു യൂണിയൻ ഉണ്ടായി ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ടായില്ല എങ്കിൽ അടുത്തത് ഇറാൻ്റെ നേരെ ആയിരിക്കും അവരുടെ വെറി പൂണ്ട അറ്റാക്ക് എന്ന് അന്ന് ഏതോ ഒരു ഡിസ്കഷനിലാണ് നമ്മൾ പറഞ്ഞത്. ഇത് വാസ്തവവുമാണ്. കാരണം ഇസ്രയേൽ നമുക്ക് ആദ്യം എല്ലാവരും ഇസ്രയേൽ പാലസ്തീൻ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു അവരുടെ ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ഇത്രയും പേരെ എന്തോ ഒരു നാച്ചുറലി ഒരു സിമ്പതി ഇസ്രയേലിനുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി ഇൻക്ലൂഡിങ് ഇന്ത്യ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ പാലസ്തീനിയൻ അല്ലെങ്കിൽ ഹമാസ് ചെയ്ത കാര്യം വളരെ തെറ്റായിരുന്നു എന്നുള്ളത് ഇപ്പോഴും അത് സത്യമായി തന്നെ അവശേഷിക്കുന്നു. അതൊരു സൈഡിൽ. മറു സൈഡ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇറാൻ്റെ നേരെയുള്ള ഈ അറ്റാക്കിന് എന്ത് ജസ്റ്റിഫിക്കേഷനാണ് അന്ന് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും? ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ഇനിഷ്യലി വേർ ദ ഡിപ്ലോമസി ഫെയിൽസ്, നയതന്ത്രം ഫെയിലാകുമ്പോൾ ആണ് നെക്സ്റ്റ് സ്റ്റേജ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നയതന്ത്രം എന്നൊരു സ്റ്റേജ് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഔട്ട്കം വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ അറ്റാക്ക് ചെയ്തു. അതൊരു അഗ്രസീവ് സ്റ്റെപ്പാണ് ഇസ്രയേൽ എടുത്തിട്ടുള്ളത്. ഈ അഗ്രസീവ് സ്റ്റെപ്പ് എടുത്തപ്പോൾ അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യം, ഈ ബെന്യാമിൻ നെതന്യാഹു എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ ഓൺ ഗ്രൗണ്ട് അങ്ങേരുടെ സപ്പോർട്ട് കുറയുന്നോ എന്ന് നോക്കിയപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ എടുത്ത് ഒരു ഷോർട്ട് കട്ടാണിത്. അതായത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് എങ്ങനെ ഗെയിൻ ചെയ്യാൻ പറ്റും? കാര്യം ഇറാന് ഐക്യരാഷ്ട്ര സംഘടന ഇറാനിലെ ന്യൂക്ലിയർ ആർസനലൊക്കെ ഓപ്പൺ ആക്കണമെന്നും അത് അക്കൗണ്ടബിൾ ആക്കണമെന്നും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും ഇറാൻ അതിനെ ഓപ്പോസ് ചെയ്യുകയും ചെയ്തപ്പോൾ, അപ്പോൾ ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞങ്ങൾ ഇറാനെ ആ ഒരു റോള് ഞങ്ങൾ ചെയ്ത് തീർത്ത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് മസ്റ്റർ ചെയ്യാമെന്ന് ഈ നെതന്യാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അങ്ങേർക്ക് തെറ്റുപറ്റിയത്. ഒന്ന്. പിന്നെയുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഇസ്രയേലിന് ഇൻ്റർനാഷണൽ ആർസനൽ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ആക്സസിബിൾ ആണോ? അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും ടീം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ അവിടെ അംഗീകരിക്കുമോ? അവരുടെ ഇൻസ്പെക്ഷൻ സമ്മതിക്കുമോ? അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. ദ സെയിം ഗോസ് ടു ഇറാൻ ആസ് വെൽ. അപ്പോൾ ഇതൊരു ഡബിൾ പോളിസി അല്ലേ? ഈ ഡബിൾ പോളിസി കൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്, വെൻ വി ആർ ഡിസ്കസിങ്, വി ആർ ബോതർഡ് അബൌട്ട് അവർ ഇന്ത്യ, വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ, വാട്ട് വിൽ ബി അവർ സ്റ്റാൻഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് രണ്ട് രാജ്യങ്ങളും ഏതാണ്ട് ഈക്വലി, ഈവൻ മോർ ദാൻ ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം.